നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 10 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് ഒരു സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പങ്ക് എന്താണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ 10 വർഷത്തെ യാത്രയും സംസ്ഥാനത്തെ സംരംഭകത്വത്തിൽ അതിൻ്റെ സ്വാധീനത്തെയും കുറിച്ചാണ് ഇന്നത്തെ ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അസിസ്റ്റന്റ് മാനേജർ കൃഷ്ണകുമാർ, കാലിക്കട്ട് ഇന്നൊവേഷൻ ടെക്നോളജി ഇനിഷ്യേറ്റീവ് ജനറൽ സെക്രട്ടറി അനിൽ ബാലൻ, കുസാറ്റ് സ്റ്റാർട്ടപ്പ് കോർഡിനേറ്റർ ഡോക്ടർ ബിജോയ് എ ജോസ് എന്നിവർ. ആദ്യം ശ്രീ കൃഷ്ണകുമാർ, കഴിഞ്ഞ 10 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് കേരളത്തിലൊരു മെച്ചപ്പെട്ട സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുവാനായിട്ട് വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരള ഗവൺമെന്റ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നടത്തി വരുന്നത്. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു പ്രവർത്തന മികവ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ടോപ്പ് പെർഫോമറായിട്ടും ബെസ്റ്റ് പെർഫോമറായിട്ടും ഒക്കെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ബിസിനസ് ഇനിഷ്യേറ്റീവ് എന്നുള്ളൊരു അവാർഡ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ലഭിച്ചു. അതോടൊപ്പം തന്നെ കേരളത്തിൽ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലെ സ്റ്റാർട്ടപ്സ് ഇനിഷ്യേറ്റീവ്സുമായിട്ട് കോമ്പറ്റ് ചെയ്തുകൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വേൾഡ് നമ്പർ 1 പബ്ലിക് ബിസിനസ് ആക്സിലറേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളാണെന്നുണ്ടെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി സൊല്യൂഷൻസ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഏതൊരു എൻറ്റിറ്റിയെയും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ബിസിനസ് സപ്പോർട്ട് പ്രോഗ്രാമുകളും സ്കീമുകളും കേരള സ്റ്റാർട്ടപ്പ് മിഷനുണ്ട്. അത് തന്നെയാണ് ഒരു നേട്ടമായിട്ട് കാണും. ഈ സ്റ്റാർട്ടപ്പ് മിഷന്റെ 10 വർഷത്തെ പ്രവർത്തനം തൃപ്തികരമാണോ? തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വിവിധതരം ജനങ്ങൾക്ക് പ്രയോജനമാവുന്ന രീതിയിലുള്ള വിവിധതരം പദ്ധതികളാണെന്നുണ്ടെങ്കിലും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് തീർച്ചയായിട്ടും ഗുണഫലം അനുഭവിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളും സ്കീമുകളൊക്കെ തന്നെയായിരുന്നു. ശരി, ശ്രീ അനിൽ ബാലൻ, താങ്കളുടെ സംരംഭത്തിന് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണ എന്തായിരുന്നു? ഫസ്റ്റ് ഓഫ് ആൾ വാം ഗ്രീറ്റിംഗ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കൃഷ്ണകുമാറിന്റെ ഉത്തരത്തിൽ നിന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. കേരളത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഏബിൾ ടു compete with most of the states, high performing states എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന അങ്ങനത്തെ പോലെ മുന്നോട്ട് നിൽക്കുന്ന സ്റ്റേറ്റ്സിനൊപ്പം കേരള മുന്നോട്ട് നിന്നിട്ട് ഹൈ പെർഫോമർ റാങ്കിങ് എടുത്ത ഒരു സ്റ്റേറ്റ് ആണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു വ്യത്യസ്തത പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവോട് വരാം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 14 ഡിസ്ട്രിക്ട്സ് ബോട്ടം അപ്പ് ആയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേറെ സ്റ്റേറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് സിറ്റീസ് അല്ലാതെ അവർക്ക് ബോട്ടം ഓഫ് ദ പിരമിഡ് ബാക്കി സിറ്റീസോ Tier 2 Tier 3 സ്ഥലത്തിലേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ കൈകോർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു കേരള സ്റ്റാർട്ടപ്പിന്റെ വളർച്ച. മോറോവർ ഐ തിങ്ക് ഇറ്റ്സ് മോർ ദാൻ 6,000 സ്റ്റാർട്ടപ്സ് രജിസ്റ്റേർഡ് ഇൻ കേരള സ്റ്റാർട്ടപ്പ്. എനിക്ക് എക്സാക്ട് നമ്പേഴ്സ് അറിയില്ല, പ്രോബ്ലി കൃഷ്ണകുമാർ പറയാൻ പറ്റും. വി ഹാവ് റീച്ച് മോർ ദാൻ 6,000 സ്റ്റാർട്ടപ്സ് ഇൻ കേരള എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്റെ ചോദ്യത്തിലൂടെ വരാം ജെയിംസ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഓരോ സംരംഭകരനെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. അവരുടെ പദ്ധതികൾ ഏർലി സ്റ്റാർട്ടപ്സ് മുതൽ എല്ലാ സ്റ്റാർട്ടപ്സിനും എന്ന് വെച്ചാൽ ഐഡിയേഷൻ സ്റ്റേജ് മുതൽ പിന്നെ ഗ്രാൻഡ്സ് മുഖാന്തരം പിന്നെ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജിയിൽ ഐഡിയേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് സ്കെയിൽ അപ്പ് ഗ്രാൻഡ്, അങ്ങനെ വ്യത്യസ്ത പദ്ധതി കൂടെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത്. എന്റെ സംരംഭം നോക്കുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി, ഞാൻ ഒരു ഫൗണ്ടർ ആയിരുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു
ഇന്റർനാഷണൽ പ്രോഗ്രാമിലെ ഫിൻലാൻഡിലോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടപ്പ്, സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പൊ കുറെ ഓപ്പർച്യൂണിറ്റീസ്, ഫണ്ടിങ് ആയാലും ശരി, കൂടുതൽ ബിസിനസ് ആയാലും ശരി, ഇന്റർവെൻഷൻ വിത്ത് ഇൻഡസ്ട്രി സ്പെസിഫിക് ആയാലും ശരി, ഇതിനെല്ലാത്തിനും കേരള സ്റ്റാർട്ടപ്പ് ഞങ്ങളെ കൈകോർത്ത് പിടിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് റിയലി പ്രൗഡ് ഓഫ് ബീയിങ് എ പാർട്ട് ഓഫ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ശരി, ഡോക്ടർ ബിജോയ് എ ജോസ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരം കേരളത്തിൽ വിജയകരമായി സൃഷ്ടിച്ചിട്ടുണ്ടോ? അത് ഒരു കേരളം എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിൽ ചിന്തിക്കുവാണെങ്കിൽ പോലും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ശരിക്കും ഒരു റോൾ മോഡൽ ആയിരുന്നു. നമ്മൾ ഇന്നിപ്പം നാഷണൽ ലെവലിൽ സ്റ്റാർട്ടപ്പ് ഐ ഡി ഉള്ള പോലെ ഇത് പണ്ടേ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഐ ഡി, അല്ലെങ്കിൽ ഇപ്പം IEDCs എന്ന് പറഞ്ഞ അക്കാഡമിക് എൻവയൺമെന്റുകളിൽ എങ്ങനെ ചെന്നെത്താം, ഇത്തരം കാര്യങ്ങളിലെല്ലാം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പൊ നമ്മൾ മിസ്റ്റർ അനിൽ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഒരു ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ മിഡിൽ നിൽക്കുന്ന നമ്മുടെ ഒരു സംസ്ഥാനം സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിൽ നമ്പേഴ്സിലും അതിന്റെ ക്വാളിറ്റിയിലും ടോപ്പ് ലെവലിൽ മറ്റ് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളോട് പിടിച്ചു നിൽക്കുന്ന രീതിയിലേക്ക് വളർത്താൻ പറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സിഗ്നിഫിക്കന്റ് അച്ചീവ്മെന്റ്. പക്ഷേ കർണാടക പോലുള്ള, ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയുടെ അത്രയും നമ്മൾ വളർന്നിട്ടില്ലല്ലോ IT-യുടെ കാര്യത്തിൽ. അതെ, പക്ഷെ IT-യും സ്റ്റാർട്ടപ്പും ഒരേപോലെ കൺസിഡർ ചെയ്യണമെന്നില്ല. ഇപ്പം നമ്മള് ബാംഗ്ലൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു ഓർഗാനിക് ഗ്രോത്തിനുള്ള പോസിബിലിറ്റീസ് വളരെ ഹൈ ആണ്. ഇപ്പം കർണാടകയുടെ ബാംഗ്ലൂരിന്റെ GDP-യും കേരളത്തിന്റെ GDP-യുമായിട്ട് പ്രത്യേകിച്ച് ഒരു കമ്പാരിസൺ ഇല്ല എന്നുള്ളത് നമുക്കറിയാലോ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റേഴ്സോ സ്റ്റാർട്ടപ്സിനെ എന്തോരം ഹെൽപ്പ് ചെയ്തു എന്നത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള സഹായം വളരെ മുകളിൽ തന്നെയാണ്. ഇൻഫാക്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടാക്കിയ പല പോളിസീസുമാണ് ഇവൻച്വലി നാഷണൽ ലെവൽ പോളിസീസ് ആയി മാറിയത് എന്നുള്ളത് കൂടി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ആ അർത്ഥത്തിൽ ബാംഗ്ലൂരിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് കേരളത്തെ താരതമ്യം ചെയ്യുമ്പോൾ? ബാംഗ്ലൂർ ഒരുപക്ഷെ നമ്മൾ ആദ്യത്തെ IT പാർക്ക് തുടങ്ങി എന്നുള്ള ക്ലെയിം നിലനിൽക്കുമ്പോഴും ഗ്രോത്ത് സംഭവിച്ചത് ബാംഗ്ലൂർ ആണെന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. ഒരു സിഗ്നേച്ചർ കമ്പനി ഉണ്ടാവുക എന്നൊരു അഡ്വാൻറ്റേജ് ബാംഗ്ലൂരിൽ പണ്ടേ ഉണ്ടായിരുന്നു. ഇൻഫോസിസിന് കിട്ടിയ ഒരു പ്രചാരം, ആ ഒരു സ്റ്റോറി എന്നുള്ള രീതിയിൽ തന്നെ. അപ്പം അതിന്റെ ഗുണം പിന്നീട് ഇപ്പൊ നമ്മൾ ലോകം മുഴുവൻ നോക്കിയാൽ പോലും ഒരു വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റിയോട് ചേർന്നാണ് പലപ്പോഴും സ്റ്റാർട്ടപ്പ് വളർന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ IIT ബോംബെ ഒരു മാതൃകാപരമായി സ്റ്റാർട്ടപ്പ് വളർത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ IIT ചെന്നൈ, മദ്രാസ്. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബെനിഫിറ്റ് അതാത് സിറ്റികൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തില് ഇപ്പം നാഷണൽ ലെവലിൽ ടോപ്പ് 10-ലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഇല്ല എന്നുള്ള വാസ്തവം നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ അത്ര ടാലന്റ്, ഇവിടുന്ന് ടോപ്പ് ടാലന്റ് ആണല്ലോ ശരിക്കും സ്റ്റാർട്ടപ്പ് ഇതിന് വേണ്ടത്, നോട്ട് ക്വാണ്ടിറ്റി. വി ആർ ലിമിറ്റഡ് ടു മലയാളീസ് ഇൻ കൊച്ചി ഓർ തിരുവനന്തപുരം എന്നൊരു ലിമിറ്റേഷൻ ഉണ്ട്. ബാംഗ്ലൂരിന് ലിമിറ്റേഷൻ ഇല്ല. ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ആസാമിൽ നിന്നും ആൾക്കാർ വരും. ശരിയാണ്. ശ്രീ കൃഷ്ണകുമാർ, എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ സ്റ്റാർട്ടപ്പുകളിൽ 90% പരാജയപ്പെടുന്നത്? വ്യക്തമല്ല. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനിൽ ബാലൻ, കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ഓക്കെ, കേരളത്തിലെ കേരളത്തിന്റെ സാഹചര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യപ്പെടുന്നു എന്നൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബാംഗ്ലൂർ നമ്മൾ സിലിക്കോൺ വാലി ഓഫ് ഇന്ത്യ എന്നാണ് നമ്മളാണ് വിശേഷപ്പെടുന്നത്. ആ സിലിക്കോൺ വാലി ഓഫ് ഇന്ത്യന്റെ ഒപ്പം നമ്മൾ കേരളത്തിലെ കമ്പയർ ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഒരു ഫസ്റ്റ് അഡ്വാൻറ്റേജ്. കർണാടകയിലേക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവർക്ക് ഇൻഡസ്ട്രീസ് ഉണ്ട്. ലൈക് ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് അവിടെ വന്ന ഒരു സ്റ്റാർട്ട് ചെയ്ത ഒരു ഇന്റർനാഷണൽ മൾട്ടിനാഷണൽ കമ്പനി. അവിടെ നിന്ന് പിന്നെ ബാക്കി എല്ലാ വലിയ വലിയ സംരംഭകരും വലിയ വലിയ മൾട്ടിനാഷണൽസ് അവിടെ വന്ന് അവിടെ ബേസ് ഉണ്ടാക്കുകയും അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു വളർച്ച വന്നത്. നോട്ട് എ സ്റ്റാർട്ടപ്പ് ബട്ട് IT ഇക്കോസിസ്റ്റം വളർന്നത് അങ്ങനെ ഒരു വളർച്ചയുടെ ആയിരുന്നു. അതിന്റെ പുറമെ സർവീസസ് കമ്പനി ലൈക്ക് ഇൻഫോസിസ് ആയാലും ശരി, എന്താ പറയുക, വിപ്രോ, HCL, മൈൻഡ് ട്രീ, അങ്ങനെ കുറെ ഓർഗനൈസേഷൻസ് അവിടെ സർവീസസ് കമ്പനീസെ വളർന്നു. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ IDC മോദനം, അതിപ്പോ ഡോക്ടർ ബിജോയ് പറഞ്ഞു, ദ സ്ട്രെങ്ത് ഓഫ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മൾ
എല്ലാ 14 ഡിസ്ട്രിക്ട്സിലും 450 മേലെ കോളേജുകൾ എന്നാണ് നമ്മൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്നോവേഷൻ അല്ലെങ്കിൽ യങ് ഫൗണ്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് കൈകോർത്ത് പിടിക്കുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഭയങ്കര നന്നായി അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് സ്കെയിലപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ചാലഞ്ച് അത് കേരള സ്റ്റേറ്റിന്റെ ഒരു ചാലഞ്ചാണ്. അത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു പ്രോബ്ലമായി കാണാൻ പറ്റൂല. കേരളത്തിലുള്ള പരിമിതികളുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ക്യാൻ വർക്ക് ഹിയർ, റൈറ്റ്? ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അധികം ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്, ഫാബ് ലാബ്സ് ഉണ്ട്, അങ്ങനത്തെ ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഉണ്ടായി പോലും നമുക്ക് ഒരു സക്സസ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ കുറെ നമുക്ക് എന്താ പറയാ സക്സസ് സ്റ്റോറീസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഗ്രോത്ത് ലെവലിലേക്ക് പോകാൻ പറ്റുന്ന സ്റ്റാർട്ടപ്സിനുള്ള ചാലഞ്ചസ് ആണ്. ആക്സസ് ടു ഫണ്ടിങ് അത് നെക്സ്റ്റ് ലെവൽ ഓഫ് ചാലഞ്ചസ് ആണ്. ഇന്റർനാഷണൽ കണക്ഷൻസ് ആൻഡ് ഇന്റർനാഷണൽ കൊളാബറേഷൻസ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻസ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കർണാടകയും അല്ലെങ്കിൽ തെലങ്കാനയും അല്ലെങ്കിൽ മുംബൈയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ കിട്ടുന്ന പോലത്തെ ഒരു ഇന്റർനാഷണൽ കണക്ഷൻസ് നമുക്കിവിടെ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ഫൗണ്ടേഴ്സിനെ ഒരു ചാലഞ്ചായിട്ട് നമ്മൾ കാണുന്നത്. ശരിയാണ് ശ്രീ അനിൽ ബാലൻ, താങ്കൾ പറഞ്ഞത് ബാംഗ്ലൂരിൻ്റെ കാര്യത്തിൽ 100% ശരിയാണ്. പക്ഷേ ഹൈദരാബാദ് പോലൊരു സിറ്റി ഇതിനോട് മത്സരിക്കാൻ തക്കവണ്ണം വളർന്നു വന്നത് എങ്ങനെയാണ്? ബേസിക് പോളിസീസ് ആയിരിക്കാം. ഇഫ് യു ലുക്ക് അറ്റ് അവിടുത്തെ ഗവൺമെന്റ് ഇതിന് മുന്നെയും തെലങ്കാന, ആന്ധ്രാപ്രദേശ് രണ്ടും സ്റ്റേറ്റ്സും അവരുടെ പാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദി ലോക്കൽ പീപ്പിൾ അവർ US-ഉം എബ്രോഡിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ആ ഇക്കോസിസ്റ്റം കൈകോർത്ത് പിടിക്കാനും വളർത്താനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സോ അവരുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ജെയിംസ് ലാൻഡാണ്, റൈറ്റ്? ടു ഗ്രോ ഇറ്റ്സ് മച്ച് ഫാസ്റ്റർ. യു ഡോണ്ട് ഹാവ് എ ലാൻഡ് ഓവർ ഹിയർ ഫോർ ഇൻഡസ്ട്രീസ്. ഒരു സ്റ്റാർട്ടപ്പ് വളരണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇക്കോസിസ്റ്റം ആവശ്യമാണ്. ഇവിടെ നമ്മൾ വളർത്താനുള്ള ഇക്കോസിസ്റ്റംസ് പറഞ്ഞാൽ ആക്സിലറേറ്റേഴ്സ്, ഇൻക്യുബേറ്റേഴ്സ്, ഫണ്ടിങ് അറ്റ് എ ലോവർ ലെവൽ, ഗ്രാൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ സുലഭമായി കിട്ടുന്നുണ്ടെങ്കിലും കുറച്ച് ലെവലിലേക്ക് പോയിട്ട് അത് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി കൊളാബറേഷൻ ഭയങ്കര ആവശ്യമാണ്. ഇൻഡസ്ട്രീസ് നമ്മുടെ കേരളത്തിലുള്ള ലിമിറ്റേഷൻ ആണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, റൈറ്റ്? അത് കാരണം നമുക്ക് അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഒരു ചാലഞ്ച് കാണുന്നുണ്ട്. പക്ഷെ അത് ഉപരി വേറെ സ്റ്റേറ്റ്സിൽ ഇറ്റ്സ് ഈസിലി അവൈലബിൾ. തിങ്ക് അബൌട്ട് തെലങ്കാന, മഹാരാഷ്ട്ര, എല്ലാ വേറെ സ്റ്റേറ്റ്സിലാണെങ്കിലും ഇൻഡസ്ട്രീസ്, ലാർജ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ ഫാസ്റ്റ് ആയിരുന്നു. അവർക്ക് എന്താ പറയാ ലോക്കൽ ഇക്കോസിസ്റ്റം ഓൾറെഡി അവൈലബിൾ ആണ്. അതാണ് ഒരു ചാലഞ്ച് ഇന്ത്യയും വേറെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, വ്യക്തമാണ്. ശ്രീ കൃഷ്ണകുമാർ, താങ്കളോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിൽ 90% അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളിൽ 90% പരാജയപ്പെടുന്നത് എന്നായിരുന്നു. അതിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കേരള സ്റ്റാർട്ടപ്പ് മിഷനെ പറ്റി ശ്രീ അൽബാൻ സംസാരിച്ചു, ഡോക്ടർ സംസാരിച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ പറയാനുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ കേരളമാണ് സ്റ്റാർട്ടപ്പ് പോളിസി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ എല്ലാ മേഖലയിലും പോലെ മറ്റു പല മേഖലകളും പോലെ സ്റ്റാർട്ടപ്പ് മേഖലയിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെ അൺസർട്ടനിറ്റി ഉള്ള ഒരു മേഖലയിലും ഇപ്പോഴും ഇത്രയും സംരംഭങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി പ്രോഡക്റ്റ് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന ബിസിനസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ പലതിലും എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അവർക്ക് സ്കെയിലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഗവൺമെന്റ് നൽകുന്നു, സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ നൽകുന്നു, മറ്റ് ഇക്കോസിസ്റ്റത്തിൽ നിന്നുള്ള പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് വഴി അവർക്ക് സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളത് കൂടി കൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു വിജയം കൈവരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലൊരു അൺസർട്ടനിറ്റി എന്തായാലും ഉണ്ട്. ശരിയാണ്, സ്റ്റാർട്ടപ്പ് മിഷൻ അവർക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട്, സ്കെയിലപ്പ് ചെയ്യാൻ അവരെ സഹായിക്കുന്നുണ്ട്. എങ്കിലും പല കമ്പനികൾക്കും അത് കഴിയുന്നില്ലല്ലോ. അതെ, ഇതില് ഇപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട്, അപ്പൊ അതൊരു ബിസിനസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പല ചലഞ്ചസും ഉണ്ട്. ഇപ്പൊ നമുക്കതിന് മുമ്പായിട്ട് ഫണ്ടിങ് ഒരു ചലഞ്ച് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഗവൺമെന്റ് ഫണ്ട് പമ്പ് ചെയ്യുന്നതിലേക്ക് ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോ ലാർജ് ടിക്കറ്റ് സൈസ് ഫണ്ട്സ് റൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്റ്റാർട്ടപ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് ഓഫ് ഫണ്ട്സ് പോലുള്ള സ്കീംസുകൾ കൊണ്ടുവന്നു. അപ്പൊ BCs ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർ കൂടുതൽ ഫണ്ട് അവരിലേക്ക് പമ്പ് ചെയ്യാനുള്ള നിങ്ങൾ എന്തിനാണ് ഈ ഗവൺമെന്റ് ഫണ്ടിങ് മാത്രം ആശ്രയിക്കുന്നത്? നിങ്ങൾക്ക് VC ഫണ്ടിങ് പോലുള്ള മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞുകൂടെ? അതെ, അത് ഗവൺമെന്റ് ഫണ്ട് മാത്രമല്ല,
ഗവൺമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റ് ഫണ്ട് പമ്പ് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. അപ്പൊ കൂടുതൽ ഫണ്ട് സ്റ്റാർട്ടപ്പുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് ഞങ്ങളൊരു സ്കീം തന്നെ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴത്തേക്കും മറ്റ് പല സ്ഥലങ്ങളിലും ഇൻഡസ്ട്രിയാണ് ഇവിടെ ഒരു എക്കോസിസ്റ്റം റൺ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഗവൺമെന്റ് ആ ചുമതല കൂടി ചുമതലയേറ്റ് നടത്തുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അവസ്ഥ മാറി വരുന്നുണ്ട്. അപ്പം ഇൻഡസ്ട്രി കൊളാബറേഷനോട് കൂടി കൂടുതൽ ഇക്കോസിസ്റ്റം. ശ്രീ കൃഷ്ണകുമാർ, കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിലേക്ക് നോക്കിയാൽ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത് 2-3 വർഷം കൊണ്ട് അവർ മടുത്തിട്ടത് നിർത്തിപ്പോവുകയാണ്, കടപൂട്ടി പോവുകയാണ് ചെയ്യുന്നത്. ഇത് പ്രശ്നം ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത്രയും ഒരു സൊസൈറ്റിയിൽ ഒരു പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ഇപ്പൊ നമുക്ക് പല തരത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അത്രയും മാർക്കറ്റിൽ അത്രയും ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും പിന്നീട് അതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവും. പല കാര്യങ്ങളും ഇപ്പൊ നമുക്കൊരു ഓണ്ടർപ്രണറി ഒരു എഫേർട്ട് അതെല്ലാം അതിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശരി, ഡോക്ടർ ബിജോയ് എ ജോസ്, ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് എന്തുകൊണ്ട് നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല? നമ്മുടെ മാർക്കറ്റ് എന്താണെന്നുള്ളത് ഒരു പ്രോഡക്റ്റിന് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇപ്പൊ നമ്മള് ബാംഗ്ലൂരിലുള്ള പല സ്റ്റാർട്ടപ്പുകളും നോക്കുവാണെങ്കിൽ അവരവരുടെ പൈലറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഒരു ബിഗ് മാർക്കറ്റിലാണ്. എന്നിട്ടാണ് അത് സ്കെയിലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ അതിന് ഇക്വലന്റ് ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഫുൾ കേരളം ലോഞ്ച് ചെയ്യണം, എന്നാലേ അതിനൊരു ഇക്വലന്റ് ഇത് വരുന്നുള്ളൂ. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഒരു സാധനം, ഒരു പ്രോഡക്റ്റ്, നമ്മൾ ഉൽപ്പന്നം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് വേണ്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത് സെക്യൂർ ചെയ്യാനായിട്ടാണ് പലരും കേരളത്തിലുള്ള പല സ്റ്റാർട്ടപ്പുകളും ബാംഗ്ലൂരോ ഹൈദരാബാദോ ബോംബെയോ അപ്രോച്ച് ചെയ്യുന്നത്. ഇവിടെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും VCസും എല്ലാം ഉണ്ട്, ഇല്ലെന്നല്ല. കേരള ഏഞ്ചൽ നെറ്റ്വർക്കും മലബാർ ഏഞ്ചൽ നെറ്റ്വർക്കും മറ്റും കേരളത്തിലുണ്ട്. പക്ഷെ എത്ര ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ മലയാളികളുടെ എണ്ണത്തിൽ അത് കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് പലരുടെയും പോർട്ട്ഫോളിയോയിൽ ഇല്ലാത്ത ഒരു കാര്യമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം ഒരു പുതിയ സംരംഭകൻ വളരെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അതിൽ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള മലയാളികളുടെ ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം ഇപ്പോഴും കുറവ് തന്നെയാണ്. ഇന്ത്യയിലെ മറ്റ് സ്റ്റാർട്ടപ്പ് ഹബ്ബുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഇന്ത്യയിൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി സ്റ്റാർട്ടപ്പ് മിഷൻ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു നമ്പർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നല്ലവണ്ണം ട്രാക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ പല സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ മുകളിൽ തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ സംസ്ഥാനത്തിന്റെ വലുപ്പവും GDPയും വെച്ച് നോക്കുമ്പോൾ എബോവ് ആവറേജ് ഓർ ടോപ്പ് 10 എപ്പോഴും വരുന്ന ഒരു, ഓർ ഈവൻ ഹയർ ദാൻ ദാറ്റ് വരുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. കേരളത്തിന്റെ പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് പ്രോബ്ലി ക്വാളിറ്റിയിലാണ്, ക്വാണ്ടിറ്റിയിലല്ല. നമ്മുടെ ഇവിടെ നിന്നുള്ള സിഗ്നേച്ചർ സ്റ്റാർട്ടപ്പുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കിയാൽ ഇപ്പം 100 യൂണിക്കോൺ എത്തി എന്നുള്ളതിനെ പറ്റി ഒരു ന്യൂസ് ഉണ്ട്. അതിൽ എത്ര മലയാളി കമ്പനികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കിയാൽ നാമമാത്രമായിട്ടുള്ള പ്രസൻസേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്നുള്ള കൂടുതലും വന്നിട്ടുള്ള സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പുകളുണ്ട്. പക്ഷെ നാഷണൽ ലെവലിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പൊതുജനം അറിയുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം തീരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി. ശരി, ശ്രീ കൃഷ്ണകുമാർ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഒരു നവാഗത സംരംഭകന് നിങ്ങൾ എന്ത് പിന്തുണയാണ് നൽകുന്നത്? ഒരു ഐഡിയ ആയിട്ട് വരുന്ന ഒരു ഇനിഷ്യൽ ലെവലിൽ ഒരു ഐഡിയ വാലിഡേഷൻ, അതോടൊപ്പം തന്നെ ഒരു ഐഡിയയിൽ നിന്ന് പ്രോട്ടോടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇനിഷ്യൽ ഫണ്ടിങ് ഗ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണറാണ്, പക്ഷേ നിങ്ങൾക്ക് ഒരു ഐഡിയ ലാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ റിങ്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്, റിസർച്ച് ഇന്നോവേഷൻ നെറ്റ്വർക്ക്. അപ്പോൾ കേരളത്തിലുള്ള റിസർച്ച് സെന്റേഴ്സുകളുടെ റിസർച്ച് പ്രോജക്ട്സ് സ്റ്റാർട്ടപ്പ് മിഷൻ വരികയാണ്. അപ്പോൾ അത്തരം റിസർച്ച് പ്രോജക്ട്സ് കൊമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു. അപ്പോൾ ആ രീതിയിലും അവർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാനുണ്ട്. ഇന്നോവേഷൻ ഇയർലി സ്റ്റേജ് ഫണ്ടിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നോവേഷൻ ഗ്രാൻഡ്, അപ്പോൾ അതോടൊപ്പം തന്നെ സീഡ് ഫണ്ടിങ്, ഇതൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലോൺ സ്കീമാണ്. അപ്പൊ ഇത്തരം ഫണ്ടിങ് പിന്തുണ അവർക്ക് എടുക്കാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ അതേ ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഉള്ള എക്സ്പെർട്സിന്റെ ഗൈഡൻസും മെന്റർഷിപ്പ് സപ്പോർട്ടൊക്കെ സ്റ്റാർട്ടപ്പ് മിഷന് കൊടുക്കാനായിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു മെന്റർ പൂളുണ്ട്.
അതുപോലെ തന്നെ ശരി, വ്യക്തമാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ സ്റ്റാർട്ടപ്പ് മിഷൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? കൂടുതൽ ഫണ്ടിങ് സോഴ്സസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകൾ പോലും. അതോടൊപ്പം തന്നെ കൂടുതൽ ഫണ്ടിങ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ ഇനിയും വരേണ്ടതായിട്ടുണ്ട്. ശരി, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അനിൽ ബാലൻ, കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സംരംഭകന് താങ്കൾ എന്ത് ഉപദേശമാണ് നൽകുന്നത്? ഏതൊരു സംരംഭകരന് പുതിയതായി തുടങ്ങുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സ്റ്റേറ്റ് ഈസ് കേരള. കേരള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന മാതിരി വേറെ ഒരു സ്റ്റേറ്റും ഹാൻഡ് ഹോൾഡ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന് ചെയ്യുന്നില്ല. ഈവൻ ഇപ്പോ നമ്മൾ കമ്പയർ ചെയ്യുന്ന ബാംഗ്ലൂർ, സിലിക്കോൺ വാലി ഓഫ് ഇന്ത്യ, ബാംഗ്ലൂരിലെ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും അവർക്ക് ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്, ഒരാൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. ഇവിടെ കേരളത്തില് നമുക്ക് ഒരു ചെറിയ സംരംഭകൻ, ഒരു എക്സാമ്പിൾ പറയാം, ഒരു കോളേജ് പഠിക്കുന്നതാണെങ്കിൽ നമ്മളുടെ IDCയിൽ പോയി അവരുടെ ഐഡിയ അവർക്ക് പിച്ച് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവലിലോട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഗ്രാന്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിച്ചിങ് സെഷനിൽ പോയി ഐഡിയ പിച്ച് ചെയ്തതിന് ശേഷം അവർ ആ പിച്ച് അത് സക്സസ്ഫുൾ ആയി ആ പാനൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇനീഷ്യൽ ഗ്രാന്റ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്നുണ്ട്. ആ പ്രൊഡക്റ്റിനെ ഒരു പിവറ്റ് പോയിന്റ് POC ഉണ്ടാക്കാനും പൈലറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും അവിടുന്ന് നെക്സ്റ്റ് MVP കൊണ്ടുവരാൻ പറ്റുന്ന ഹാൻഡ് ഹോൾഡിങ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മോസ്റ്റ് വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിന് നെക്സ്റ്റ് ലെവലിലോട്ട് മാർക്കറ്റിലോട്ട് ഗോ ടു മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐഡിയേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഗ്രോത്ത് സ്ട്രാറ്റജിയിലുള്ള ഗ്രോത്ത് ഫണ്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വ്യത്യസ്ത പദ്ധതികൾ അവൈലബിൾ ആണ് ഫോർ അറ്റ് എവറി സ്റ്റേജസ് ഓഫ് ദി സ്റ്റാർട്ടപ്പ് ലൈഫ് സൈക്കിൾ. അപ്പോൾ ഒരു ഫൗണ്ടറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അവർക്ക് കേരള ഇസ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് ടു സ്റ്റാർട്ട് ഇറ്റ്. ബട്ട് ചാലഞ്ചസ് എന്ന് പറഞ്ഞപ്പോൾ ജെയിംസ് സർ ആദ്യം മുമ്പേ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് കേരള സ്റ്റാർട്ടപ്സിലെ ലിമിറ്റേഷൻ എന്താണ്? ഒരു ലിമിറ്റേഷൻ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ ഇന്റർനാഷണൽ കൊളാബറേഷൻ ഒന്ന്. സെക്കൻഡ്, നമുക്കിപ്പോ ബാംഗ്ലൂർ ആണെങ്കിൽ അവർക്ക് ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് ഇങ്ങനത്തെ ഇൻക്യുബേഷൻ സെന്റേഴ്സ് ആയിട്ട് ഡയറക്റ്റ് ലിങ്കേജസ് ആണ് ഉള്ളത്. കേരളത്തിന് ആ ലെവൽ വരെ എത്താൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ പിന്നെ വേറെ എന്ന് വെച്ചാൽ ഈ എല്ലാ സ്റ്റേറ്റ്സും ഇപ്പൊ നമ്മൾ ടോപ്പ് 4-5 സ്റ്റേറ്റ്സ് കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ KSM ഈസ് എ ടോപ്പ് പെർഫോമർ, റൈറ്റ്? ടോപ്പിലാണ് വരുന്നത് റാങ്കിങ്ങിൽ, DPIITയുടെ റാങ്കിങ്ങിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഈസ് ദ ടോപ്പ് പെർഫോമർ കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, റൈറ്റ്? ആയി വരുന്നുണ്ട്. പക്ഷെ ഈ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ആ ഒരു ക്രാക്കാണ് നമുക്ക് ചെയ്യേണ്ട ആവശ്യം. അതിന് എല്ലാ വിധത്തിലുള്ള നമ്മൾ ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ആയാലും ശരി, ഇപ്പം ഞാനൊരു സിറ്റിയുടെ ഭാഗമാണ്, കേരള ഇന്നോവേഷൻ ടെക്നോളജി ഇനീഷ്യേറ്റീവ്, അതായാലും ശരി, IM കോഴിക്കോടിലത്തെ ഇൻക്യുബേഷൻ ആയാലും ശരി, QSAT ആയാലും ശരി, NIT ആയാലും ശരി, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും പങ്കുവെച്ചുകൊണ്ട് ഇതിനെ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാമെന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് എ ലോങ് വേ ടു ഗോ. ഒരാൾ എന്തിന് കേരളത്തിൽ വന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങണം? കേരളത്തിന്റെ പ്രത്യേകത എന്താണ് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച്? ഒന്ന്, ഇക്കോസിസ്റ്റം, റൈറ്റ്? വലിയ സ്ട്രോങ് ഇക്കോസിസ്റ്റം ഉണ്ട്. സെക്കൻഡ്, ഒരു ചാലഞ്ച് വെച്ചാൽ നമ്മുടെ റീച്ച് ആണ്. കേരള ഇസ് എ സ്മോൾ സ്റ്റേറ്റ്, റൈറ്റ്? അതിൽ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയൊരു ഐഡിയ എക്സ്പെരിമെന്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരു ടാർഗറ്റ് ഓഡിയൻസ് ലിമിറ്റഡ് ആണ്, റൈറ്റ്? ഇപ്പോൾ ഡോക്ടർ ബിജോയ് പറഞ്ഞു, ബാംഗ്ലൂർ ആണെങ്കിൽ, റൈറ്റ്, ഒരു സിറ്റിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വലന്റ് ടു 1 സിറ്റി അല്ലെങ്കിൽ 1 ഡിസ്ട്രിക്ട് ഇൻ കേരള. അതാണ് കമ്പാരിസൺ. അപ്പോൾ ആ ഒരു ചാലഞ്ചാണ് നമ്മളോട് കാണുന്നത്. ഒരു പൈലറ്റ് ചെയ്ത് അതിനൊരു വയബിലിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ലെവൽ ഓഫ് നമുക്ക് ടാർഗറ്റ് ഓഡിയൻസ് കുറവാണ്. അക്സെപ്റ്റബിലിറ്റി, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ റിസ്ക് എടുത്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്ഥിതി, റൈറ്റ്? ഇപ്പൊ നമ്മൾ ഒരു ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഫിൻടെക് അല്ലെങ്കിൽ അഗ്രിടെക് അല്ലെങ്കിൽ എഡ്ടെക് അല്ലെങ്കിൽ ഹെൽത്ത് ടെക്, എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് പൈലറ്റ് ചെയ്യണം. ഈ പൈലറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇത് കുറവാണ് കേരളത്തിൽ, ബിക്കോസ് ആ ടാർഗറ്റ് ഓഡിയൻസ് കുറവാണ്. അതേ സംബന്ധിച്ച് ഞാൻ സെയിം സാധനം ബാംഗ്ലൂർ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന് അത് എക്സ്പെരിമെന്റ് ചെയ്ത്
പൈലറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് എ പ്രോഡക്റ്റ് ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ്. പൈലറ്റ് വരെ നമുക്ക് ഇവിടെ നടത്തിയതിന് ശേഷം സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് നമുക്ക് അത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലോട്ട് കേരള ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ യു ടു സ്റ്റാർട്ടപ്പ് എന്നാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്. ശരി, വ്യക്തമാണ്. ഡോക്ടർ ബിജോയ്, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് ആവശ്യമായ ഒരു അവയർനെസ് കേരളത്തിൽ ഇല്ല എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരു സ്റ്റുഡന്റ് പോപ്പുലേഷന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് അവയർനെസ് ഉള്ളത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെയായിരിക്കും. ഇത്ര അധികം എഞ്ചിനീയറിംഗ് കോളേജിൽ IEDCകൾ സെറ്റപ്പ് ചെയ്തു എന്ന് പറയുന്നത് മറ്റൊരു സംസ്ഥാനത്തിനും ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഇതിന്റെ ഒരു ചെറിയൊരു നെഗറ്റീവ് ഉള്ളതും അത് തന്നെ ആകാം. കാര്യം നമ്മൾ സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പുകൾ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു സുക്കർബർഗിന്റെയും അങ്ങനത്തെ പല എക്സാമ്പിളുകളും പറയും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സക്സസ്ഫുൾ കോർപ്പറേഷൻ ഉണ്ടാക്കിയവരുടെ എണ്ണം ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഭൂരിപക്ഷം US-ലും മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് നമ്മളൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നാൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവരാണ്. ഒരുപക്ഷെ കേരളത്തിലെ പല സ്റ്റാർട്ടപ്പുകളും IEDCയിൽ നിന്ന് വരുന്ന സ്റ്റാർട്ടപ്പുകളും ഒരു സ്റ്റുഡൻറ് ഓൺടർപ്രണർഷിപ്പ് എന്ന രീതിയിൽ തുടങ്ങുന്നതുകൊണ്ട് പ്രോബ്ലി ഫെയിലിയർ റേറ്റ് കുറച്ച് ഹയർ ആയിരിക്കാം. കാര്യം അവർക്ക് ഒരു ഫണ്ടിങ് കിട്ടുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം പ്രോഡക്റ്റിൽ ഫോക്കസ് ചെയ്യണം, എത്രത്തോളം കസ്റ്റമർ ഇതിൽ ഫോക്കസ് ചെയ്യണം, അങ്ങനെയുള്ള അവയർനെസ് ഒരുപക്ഷെ കുറവായിരിക്കും. അപ്പം ഒരുപക്ഷെ അതൊരു നെഗറ്റീവായി മാറുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവയർനെസ് ഉണ്ടാവുന്നതിന് തെറ്റില്ല. ഒരുപക്ഷെ ഇവര് ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഫെയിൽ ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ വർക്കൗട്ട് ആവാതിരുന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ പോയി തിരിച്ച് നല്ല സംരംഭകരായി വരട്ടെ, അങ്ങനെയും സംഭവിക്കും. കൃഷ്ണകുമാർ, നല്ലൊരു ആശയം മാത്രമുള്ള കയ്യിൽ പണമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ എങ്ങനെ സഹായിക്കും? ഓക്കെ, ഇപ്പോൾ ഇനിഷ്യൽ ലെവലിലുള്ള ഒരു ഐഡിയ വാലിഡേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് നമ്മുടെ എന്താണ് പ്രിയപ്പെട്ടതാണ്, നമുക്ക് പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിൽ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതേ ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഉള്ള എക്സ്പെർട്സോ മെന്റേഴ്സോ ആകുമ്പോഴത്തേക്കും അവർക്ക് ഓതന്റിക് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ അല്ലെങ്കിൽ റൈറ്റ് ട്രാക്കിലല്ല പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊണ്ടിരിക്കുന്ന മോഡലിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വേണ്ടി വരും, അല്ലെങ്കിൽ റിഫൈൻമെന്റ് വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ നമുക്കിതൊരു മെന്റർ പോളുണ്ട്. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഇൻക്യുബേഷൻ പ്രോഗ്രാമും ഉണ്ട്. അപ്പോൾ ഈ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടും ഈ ഒരു എക്സ്പെർട്ട് ഗൈഡൻസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. ഞാൻ ചോദിച്ചത് പണമില്ലാത്ത ഒരാളെ സംബന്ധിച്ചാണ്. ഫണ്ടിങ് ആണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് ഏർലി സ്റ്റേജ് ഗ്രാൻഡ് സപ്പോർട്ട് ഉണ്ട്. ഞാൻ അതിലേക്കും കൂടിയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെന്റർഷിപ്പിനോടൊപ്പം തന്നെ നമുക്ക് അത് അവരുടെ ഐഡിയ ഒരു പ്രൊട്ടോടൈപ്പ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ഒരു ഫണ്ടിങ് സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്നുണ്ട്. ഒരു 3 lakhs rupees ഒരു ഇനിഷ്യൽ ഗ്രാൻഡ് ഫണ്ടായിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് അതോടൊപ്പം തന്നെ ശ്രീ അനിൽബാലിനോട് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് കൂടി എനിക്കൊന്ന് ചേർത്ത് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടൊരാൾ കേരളത്തിൽ വന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ കേരളത്തിൽ ഉള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ടാലൻസ് കേരളത്തിലുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു എംപ്ലോയി തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അത് ഒക്കെ വളരെ വലിയ രീതിയിൽ അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം വളരെയധികം മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇതും പറയാനുണ്ട്. പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്ന സപ്പോർട്ട് സിസ്റ്റം, അപ്പോൾ അതും ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. സ്റ്റാർട്ടപ്പ് മിഷനോടൊപ്പം തന്നെ ഒരു പുതിയ സംരംഭകന് കേരള സർക്കാർ നൽകുന്ന പിന്തുണ എന്തെല്ലാമാണ്? എന്നോടാണോ? അതെ. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ടെൻഡറിലൊക്കെ ഇപ്പോൾ ഒരു പ്രാരംഭഘട്ടത്തിലുള്ള ഒരു കമ്പനിക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർക്കൊരു വർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു ഗവൺമെന്റുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ 50 ലക്ഷം രൂപ വരെ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രൊക്യൂർമെന്റിന് സാധ്യതയുണ്ട്. പിന്നെ 3 കോടി വരെ വരുന്ന പ്രൊജക്ട്സിനാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് ടെൻഡറിലൂടെ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് എടുക്കുന്ന ഒരു സ്റ്റാർട്ടപ്പിന് വർക്ക് അവാർഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ധാരാളം ബിസിനസ് ഗവൺമെന്റുമായിട്ട് ചേർന്ന് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതൊക്കെയാണ് പ്രാഥമികമായിട്ട് കൊടുക്കുന്ന സപ്പോർട്ട്. ശരി, ശ്രീ അനിൽ ബാലൻ, സ്റ്റാർട്ടപ്പ് മിഷന്റെ എല്ലാ അവകാശവാദങ്ങളും അംഗീകരിക്കുമ്പോഴും കേരളത്തിൽ നിന്ന് യൂണിക്കോണുകൾ അധികം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്?
ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി ഇത് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ഇക്കോസിസ്റ്റത്തിന്റെ പ്രോബ്ലം അല്ല, അത് നമ്മൾ കേരള ആസ് എ സ്റ്റേറ്റ് നേരിടുന്ന ഒരു ചലഞ്ചാണ്. നമുക്കിവിടെ ഹാൻഡ് ഓൾ ചെയ്യാൻ മൾട്ടിനാഷണൽസ് അല്ലെങ്കിൽ വലിയ സംരംഭകർ ഇല്ല, ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്, നമ്മളുടെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ചാലഞ്ച് ഉണ്ട്. ഇപ്പോൾ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് റേറ്റ്സ് 90% ഫെയിലിയേഴ്സ് ആണ്. അത് നമുക്ക് ഇത് കേരളത്തിലല്ല, പൊതുവെ സ്റ്റാർട്ടപ്സ് നോക്കുകയാണെങ്കിൽ ആ റേഷ്യോ ഈസ് 70-30-10, റൈറ്റ്? 70-20-10. 70 ഫെയിൽ ആവും, 20 ആവറേജ് ഔട്ട് ആവും, 10 ആണ് സക്സസ്ഫുൾ ആവുന്നത്. ഇതാണ് തമ്പ് റൂൾ സ്റ്റാർട്ടപ്സിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ ഇക്കോസിസ്റ്റത്തിനെ നമ്മൾ വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊളാബറേഷൻസ് ആവശ്യമാണ്. ഇന്റർനാഷണൽ അസോസിയേഷൻസ് വിത്ത് ലാർജർ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇന്റർനാഷണലിലോട്ട് കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ബിൽഡ് ചെയ്യേണ്ടതാണ്. അത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് വി ഹാവ് ഗോട്ട്, ഐ മീൻ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, കൊച്ചിയിലത്തെ സ്മാർട്ട് ഫാബ് ലാബ് ഈസ് വൺ ഓഫ് ദി കൈൻഡ് which has partnered with MIT, right? അതൊരു ഫസ്റ്റ് ഇൻ വേൾഡ് ആണ്, റൈറ്റ്? സെറ്റപ്പ് കൊളാബറേഷൻ ഔട്ട്സൈഡ് ഓഫ് US. അപ്പോൾ കേരള മുന്നോട്ടാണ്, പക്ഷേ ചില സാഹചര്യങ്ങളും ചെറിയ ചലഞ്ചസ് ഉള്ള കാരണം നമുക്കൊരു സമയം എടുക്കുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. വേറെ എനിക്ക് തോന്നുന്നില്ല അതിലൊരു ചലഞ്ചസ് നമ്മൾ കാണുന്നുണ്ട്. ഇറ്റ് വിൽ ടേക്ക് ടൈം, ബട്ട് വി വിൽ ഇവോൾവ്. ഡോക്ടർ ബിജോയ്, കഴിഞ്ഞ ഒരു ദശകത്തിൽ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ വികാസ പരിണാമങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു പ്രവർത്തനം ഗവൺമെന്റിന്റെയും സ്റ്റാർട്ടപ്പ് മിഷന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരുപക്ഷെ പാസ്റ്റ് 10 years എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പുകളുണ്ട്. പക്ഷേ അത് ഇരിക്കെ തന്നെ നാഷണൽ ലെവലിൽ റെക്കഗ്നിഷൻ ഉള്ള സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ആ ക്വാളിറ്റിയിൽ പ്രോബ്ലി നമ്മൾ അത്ര എത്തിയിട്ടില്ല. ക്വാണ്ടിറ്റിയിൽ തീർച്ചയായിട്ടും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ വളരെ മുകളിൽ തന്നെയാണ്. ബട്ട് ഇപ്പം ടോപ്പ് 10 സ്റ്റാർട്ടപ്സ് ഇൻ ഇന്ത്യ, ടോപ്പ് 20 സ്റ്റാർട്ടപ്സ് ഇൻ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഒരു കേരള സംരംഭം വരുന്നതിന്റെ സാധ്യതകൾ കുറവാണ്. അതൊരു വീക്ക്നെസ് ആയി തുടങ്ങുന്നു. ശരി, ശ്രീ കൃഷ്ണകുമാർ, ഭാവി പദ്ധതികൾ എന്തെല്ലാമാണ്? കൂടുതൽ നിക്ഷേപാവസരങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക, സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരിക, കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബിസിനസ് സപ്പോർട്ട് പ്രോഗ്രാംസ് കൊണ്ടുവരിക. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇതിനു വേണ്ടി പ്രത്യേകമായ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് മൈൻഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്, മെന്റർ ഇൻസ്പയർഡ് നെറ്റ്വർക്കിംഗ് ഓൺ ഡിമാൻഡ്. അത് മെന്റർഷിപ്പിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഒരു സ്കീം, ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത സീഡ് ഫണ്ട് ആണെന്നുണ്ടെങ്കിലും ഇന്നോവേഷൻ ഗ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും എർലി സ്റ്റേജ് ഫണ്ടിങ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിങ് ഉണ്ട്. ലാർജ് ടിക്കറ്റ് സൈസ് ഫണ്ട്സ് സ്റ്റാർട്ടപ്സിന് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ് സ്കീമാണ്. പിന്നെ കോർപ്പറേറ്റ് ഇന്നോവേഷൻ പ്രോഗ്രാംസ് ആണ്. പിന്നെ ഇൻഡസ്ട്രിയുടെയും കോർപ്പറേറ്റ്സിൻ്റെയും ഒക്കെ അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് റൺ ചെയ്യുന്നതിനുള്ള അവസരം ഉറപ്പുണ്ട്. പിന്നെ ഒരു ഇന്റർനാഷണൽ ഡെലിഗേഷന് പോകുന്ന ഒരു സ്റ്റാർട്ടപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ IDC വഴി സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിംഗ് വഴി റിസർച്ച് സെന്റേഴ്സും സ്റ്റാർട്ടപ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ കൂടുതൽ പദ്ധതികൾ സ്റ്റാർട്ടപ്പ് മിഷൻ കൊണ്ടുവരികയാണ്. ശരി, സംരംഭകരെ പിന്തുണയ്ക്കുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിലും അവരെ ശാക്തീകരിക്കുന്നതിലും സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സംഭാവന അതുല്യമാണ്. ഇന്ത്യയിലെ ഒരു സ്റ്റാർട്ടപ്പ് ഹബ്ബ് എന്ന നിലയിൽ കേരളത്തിന് അതിൻ്റെ സ്ഥാനം രൂപപ്പെടുത്താൻ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ സഹായകമാകും എന്ന കാര്യം തീർച്ചയാണ്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത കൃഷ്ണകുമാർ, അനിൽ ബാലൻ, ഡോക്ടർ ബിജോയ് എ ജോസ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.